പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കയ്യിലുള്ള സ്വർണം പണയം വെച്ച് കാശാക്കണമെങ്കിൽ ഒരുപാട് കടമ്പ തന്നെ കടക്കണം. ബാങ്കിൽ പോയി ക്യൂ നിൽക്കണം, അതിൻ്റെ മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യണം. ഇങ്ങനെ നിരവധി കടമ്പകൾ. എന്നാൽ ഇപ്പോഴിതാ ATM വഴി സ്വർണം പണയം വെക്കാനുള്ള സാങ്കേതികവിദ്യ അവതരിപ്പിച്ചിരിക്കുകയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. വാറങ്കലിലാണ് AI സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഗോൾഡ് ലോൺ ATM സെൻട്രൽ ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംരംഭം. വെള്ളിയാഴ്ച ബാങ്കിന്റെ വാറങ്കൽ ശാഖയിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടറും CEOയുമായ MV റാവു ഈ അത്യാധുനിക ATM ഉദ്ഘാടനം ചെയ്തു. AI പവേർഡ് ഗോൾഡ് ലോൺ ATM സാമ്പത്തിക മേഖലയിൽ ഒരു ഗെയിം ചേഞ്ച് ആയിരിക്കുമെന്ന് MV റാവു അഭിപ്രായപ്പെടുകയും ചെയ്തു. ആധാറും മൊബൈൽ നമ്പറും വെരിഫിക്കേഷനും ഉപയോഗിച്ച് വെറും 10 മിനിറ്റ് മുതൽ 12 മിനിറ്റിനുള്ളിൽ സ്വർണ്ണ വായ്പയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ATMൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക ബോക്സിലാണ് ഉപഭോക്താവ് കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണം വെക്കേണ്ടത്. AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയായിരിക്കും സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരവും ഭാരവും വിലയിരുത്തുക. സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് നിലവിലെ വിപണി വിലയെ അടിസ്ഥാനമാക്കിയുള്ള വായ്പ അപ്പോൾ തന്നെ അനുവദിക്കും. ലോണായി അനുവദിക്കുന്ന തുകയുടെ 10% മാത്രമായിരിക്കും ATM വഴി ലഭിക്കുക. ബാക്കി തുക ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്കും കൈമാറും. പണം ഞങ്ങൾ തരും. നിലവിൽ ഈ സേവനം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ഉടമകൾക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക. എന്നാൽ തുടർന്നുള്ള കാലയളവിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM വരുന്നതിലൂടെ ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാർക്കും വലിയ തോതിൽ സമയം ലാഭിക്കാൻ സാധിക്കും. കൂടാതെ മറ്റു പ്രൊസീജിയേഴ്സ് ഒന്നുമില്ലാതെ എളുപ്പത്തിൽ നമുക്ക് കയ്യിൽ പണം എത്തുകയും ചെയ്യും. സ്വർണത്തിന്റെ മൂല്യത്തിന്റെ കാര്യത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കബളിക്കപ്പെടലിനോ ജീവനക്കാർക്ക് പക്ഷപാതം കാണിക്കാനുള്ള സാഹചര്യവും ഗോൾഡ് ATM ഇല്ലാതാക്കുന്നു. വാറങ്കലിലെ പദ്ധതി വിജയകരമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും പദ്ധതി രാജ്യത്തുടനീളമുള്ള മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക. അതേസമയം സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും രാജ്യത്തെ സ്വർണ്ണപ്പണയ തോതുകൾ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതായത് ഉപഭോക്താക്കൾ അവരുടെ സ്വർണ്ണ ആസ്തികളുടെ വർദ്ധിച്ചു വരുന്ന മൂല്യം പണയപ്പെടുത്തുന്നതിലൂടെ ഉപയോഗപ്പെടുത്തുകയാണ്. RBI പുറത്തുവിട്ട 2024 ഡിസംബറിൽ അവസാനിച്ച 9 മാസ കാലയളവിൽ രാജ്യത്തെ സ്വർണ്ണ പണ വായ്പ 68.3% അഥവാ 70,000 കോടി രൂപ വർദ്ധിച്ച് 1.72 ലക്ഷം കോടി രൂപയായി. മുൻവർഷത്തെ ഇതേ കാലയളവിൽ സ്വർണ്ണ വായ്പയിലെ വളർച്ച 12.7% മാത്രമായിരുന്നു. മൊത്തം വായ്പാ തുക 1 ലക്ഷം കോടി രൂപയും. SBI പുറത്തുവിട്ട മറ്റൊരു കണക്ക് പ്രകാരം ഡിസംബർ വരെയുള്ള സ്വർണ്ണ വായ്പയിൽ 41.66% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.